കോൺഗ്രസ് പുനർസംഘടന വൈകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. KPCC പുനഃസംഘടനയും വൈകും. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരാനാണ് തീരുമാനം. വിവരങ്ങളുമായി ബിനോയ് ചേരും. ബിനോയ്, കോൺഗ്രസ് പുനഃസംഘടന വൈകാനാണ് സാധ്യത. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 3 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു അഴിച്ചുപണിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ സാധ്യത നേതാക്കന്മാർ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റുമ്പോഴുണ്ടാകുന്ന അവരിലുണ്ടാകുന്ന അതൃപ്തി, ആ അതൃപ്തി ഒരു പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത് വോട്ട് കുറയാൻ വഴിവെക്കും എന്നൊരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ നേതാക്കന്മാർ പറയുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതി പുനഃസംഘടന എന്ന രീതിയിലേക്ക്. എന്നാൽ അതേസമയം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് നീങ്ങട്ടെ എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അത്തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയണം. അതല്ലാതെ പാർട്ടിയിൽ ഒരു പുനഃസംഘടന നടത്തി ഏതെങ്കിലും തരത്തിലെ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രതിഷേധ സ്വരം ഈ വോട്ടുകൾ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു പുനഃസംഘടനയിലേക്ക് പോകണ്ട. എന്നാൽ കൃത്യമായ ഒരു വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണി അനിവാര്യമാണ് എന്നാണ് ഇപ്പോഴും പാർട്ടി നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം എല്ലാ ജില്ലകളിലും ഒരു പാർട്ടി നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി അനിവാര്യമാണെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. പക്ഷേ അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതി എന്നുള്ളതാണ്. KPCCയുടെ കാര്യത്തിലും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും KPCC നേതാക്കന്മാർക്ക് അപ്പുറത്ത് MP-മാർ മുന്നോട്ട് വെച്ച ചില പേരുകൾ നിലവിലെ നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ അംഗീകരിക്കാതെ വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഇപ്പോൾ നേതാക്കന്മാർക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് തൽക്കാലം ഒരു അഴിച്ചുപണിയിലേക്ക് പോകണ്ട, നിലവിലെ നേതൃത്വം അതേപടി തന്നെ തുടരട്ടെ. അതേസമയം ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഇവർ നടത്തുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ അതുകൂടി വിലയിരുത്തിയതിന് ശേഷം മതി ഒരു അഴിച്ചുപണി എന്ന ഒരു വികാരമാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർക്കുള്ളത്. ഒരു പക്ഷേ അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ കാര്യമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു ചർച്ച എങ്ങും നടക്കുന്നില്ല. പ്രത്യേകിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനാകട്ടെ മറ്റു ജില്ലകളിലെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകുന്നു. ഒപ്പം മറ്റു വൈസ് പ്രസിഡന്റുമാരും അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ വളരെ മന്ദഗതിയിലാണ്. ഒപ്പം ഈ പാർലമെന്റ് യോഗങ്ങളും വലിയ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഓണനാളുകൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു അഴിച്ചുപണി നിലവിൽ വേണ്ട. ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം KPCC എല്ലാ നേതാക്കന്മാർക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു. കാരണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും ആ സമയം നീട്ടി വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ഇനി ഇതിൻ്റെ പ്രക്രിയകൾ അല്ലെങ്കിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട മറ്റു ജോലികൾ നടക്കേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലും ഒക്കെയാണ്. അവിടെയൊക്കെ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് അത് കൃത്യമായി ക്രിയാത്മകമായി നടപ്പിലാക്കുന്ന ഒരു നീക്കം ഉണ്ടാകണം. അതല്ലാതെ ഇപ്പോൾ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പുനഃസംഘടനയിലേക്ക് പോവുകയാണെങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ തന്നെ വലിയ തരത്തിലൊരു വിയോജിപ്പിൻ്റെ സാധ്യതയുണ്ട്. കാരണം പൂർണ്ണതോതിൽ ഒരു അഴിച്ചുപണിക്ക് KPCCയെ അനുവദിക്കുന്നില്ലായിരുന്നു MP-മാരും ചില മുതിർന്ന നേതാക്കന്മാരും. അതുകൊണ്ട് തന്നെ ഒരു ഭാഗികമായ അഴിച്ചുപണി നടത്തിയാൽ മറ്റു ജില്ലകളിലൊക്കെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു പ്രത്യാഘാതത്തിലേക്ക് പോകുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലം അഴിച്ചുപണി വേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്നാൽ KPCC ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. പക്ഷേ KPCC നേതാക്കന്മാരുടെ ഈ നിർദ്ദേശം ഇപ്പോഴത്തെ ഭാരവാഹികൾ മുഖവിലേക്കെടുക്കാനാണ് സാധ്യത. എന്തായാലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പരമാവധി വോട്ട് പിടിക്കുക, പരമാവധി പഞ്ചായത്തുകൾ പിടിക്കുക, ഇത് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ലക്ഷ്യം. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിൽ അലയടിച്ച് ഉയരുന്നുണ്ട്. അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. ദീപ്തി. ശരി. കോൺഗ്രസ് പുനഃസംഘടന വൈകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. ഇപ്പോൾ പുനഃസംഘടന നടത്തിയാൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. KPCC പുനഃസംഘടനയും വൈകും. നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ തുടരാനാണ് തീരുമാനം. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.